ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മൾ ഫ്രീസറാണെന്ന് വൃത്തിയാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ, ഫ്രിഡ്ജല്ല. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ പുറത്തുള്ള ആ ഒരു കൈപ്പിടിയിലും അതുപോലെ പുറത്തൊക്കെ ഒരു പൂപ്പൽ പോലെ വരാറുണ്ട്. അതുപോലെ തന്നെ ഫ്രീസറിലുള്ള അഴുക്കുകൾ നമ്മൾ ഇറച്ചി മീനൊക്കെ വയ്ക്കുന്ന സമയത്ത് അതിനായിട്ട് നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ വൃത്തിയാക്കി എടുക്കാം. അതുപോലെ തന്നെ ചില ഫ്രിഡ്ജിനുള്ളിൽ നന്നായിട്ട് ഐസ് മൂടി കിടക്കുന്നുണ്ടാവില്ലേ, തണുപ്പ് ആയിട്ട് ഐസ് ഇതായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം, അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ കളയാം എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ നമ്മുടെ ഫ്രീസറാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. ഫ്രീസർ കണ്ടോ, നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഒരു സൊല്യൂഷൻ വേണം. അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഒരു ബൗളിലേക്ക് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ വിനാഗിരി മതിയാവും. നമ്മൾ ഫ്രീസർ മാത്രമേ ക്ലീൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് വിം ലിക്വിഡാണ് കേട്ടോ. അപ്പോൾ ഇതൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലായതുകൊണ്ട് നമുക്ക് ഫ്രീസറാണെങ്കിലും ഫ്രിഡ്ജാണെങ്കിലും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമാണ്. നമ്മൾ ലേസോളും അതുപോലെ തന്നെ നമ്മൾ കംഫേർട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതൊന്നും ഉപയോഗിക്കാതെ, അതൊക്കെ നല്ലൊരു മണമാണ്, പക്ഷേ ഫ്രിഡ്ജിനകത്ത് അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ആ ഒരു സ്മെല്ല് ഉള്ളിൽ തന്നെ നിൽക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു വിം ലിക്വിഡ് ആണെങ്കിൽ പെട്ടെന്ന് ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു സ്മെല്ലായതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ വിനാഗിരിൻ്റെ കൂടെയാണ് നമ്മൾ മിക്സ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊരു സ്പ്രേ ബോട്ടിലാണ് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു സ്പ്രേ ബോട്ടിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഫ്രീസറിലുള്ള ആ ഒരു അഴുക്കുണ്ടല്ലോ അതിലേക്ക് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എവിടെയൊക്കെയാണ് അഴുക്കുള്ളത് ആ ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിനാഗിരിയും അതുപോലെ തന്നെ ഡിഷ് വാഷ് ലിക്വിഡും ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ അഴുക്കൊക്കെ ഇളകി പോകാനും നല്ല ഒരു മണം കിട്ടാനും ഇതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ആ ഡോർ ഉണ്ടല്ലോ, ആ ഡോറിലൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് പുതുപുത്തനായിട്ട് തിളങ്ങും കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുടച്ചെടുത്താൽ മതി. ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഞാനതൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ആ ഒരു പൂപ്പലൊക്കെ പെട്ടെന്ന് തന്നെ പോകാനും പിന്നീട് പെട്ടെന്ന് അത് പൂപ്പൽ വരാതിരിക്കാനൊക്കെ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമ്മൾ തുടയ്ക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പുതുപുത്തനായ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിത് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാം. അതുപോലെ കൂടുതലായിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ആ ഒരു കൈപ്പിടിയിലൊക്കെ നല്ലതുപോലെ അഴുക്ക് നിൽക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ടവലൊക്കെ വെച്ചിട്ട് നമ്മൾ പൊതിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത ആ ഒരു ഡോറിലൊക്കെ ഇതുപോലെ പൂപ്പലും ഒക്കെ അഴുക്കൊക്കെ നിൽക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കൈപ്പിടിയിലും എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ആ ഫ്രിഡ്ജ് ഞാൻ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴേക്കാണ് തുടയ്ക്കേണ്ടത് കേട്ടോ. ഇതുപോലെ താഴേക്ക് തുടച്ചു കൊടുക്കുക. താഴേക്ക് തുടച്ചത് മുകളിലേക്ക് ഇതുപോലെ വീണ്ടും നമ്മൾ തുടയ്ക്കാതിരിക്കുക. താഴേക്കായിട്ട് ഇതുപോലെ തുടച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് നല്ല ക്ലീനായിട്ട് നല്ല പുതുപുത്തനായിട്ട് തിളങ്ങുന്ന കണ്ടില്ലേ. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ആ ഒരു പൂപ്പിലൊക്കെ പോയിട്ട് അഴുക്കൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളി സൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രീസറിനകത്തുള്ള ആ ഒരു പൊടികളും അഴുക്കും ഒക്കെ പോകാനായിട്ട് നമുക്കതും കൂടെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി. നമുക്ക് ഒരയ്ക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ഫ്രിഡ്ജ് തുടയ്ക്കുന്ന സമയത്ത് സ്ക്രബ് ഉപയോഗിക്കരുത് കേട്ടോ. സ്റ്റീലിൻ്റെ സ്ക്രബ് ഉണ്ടാവുമല്ലോ, അതൊരിക്കലും ഉപയോഗിച്ച് തുടയ്ക്കരുത്. അങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ ആ ഫ്രിഡ്ജിനകത്തുള്ള ആ ഒരു ഉള്ളിലൊക്കെ സ്ക്രാച്ച് വീഴാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് തുടയ്ക്കരുത്. നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബ് വെച്ചിട്ട് വേണം ഫ്രിഡ്ജ് എപ്പോഴും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉരയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നമുക്ക് 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. കണ്ടില്ലേ, നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഉരയ്ക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഈ ഒരു ഭാഗത്തുണ്ടല്ലോ അതിലൊക്കെ നമുക്ക് തുണി വെച്ച് തുടയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു ചെറിയൊരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഉരച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജ് നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടില്ലേ,
നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രീസറിനുള്ളിൽ ഐസൊക്കെ കെട്ടി നിൽക്കാറുണ്ട് അല്ലേ, അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് അങ്ങനെ ഐസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് കളയാം എന്നുള്ളൊരു ടിപ്പാണ് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ ഐസൊക്കെ കട്ടയായി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ അതൊന്നും ഇല്ല, അങ്ങനെ ആ കട്ടയായി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെറിയ ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ ഇതുപോലൊരു ബട്ടൺ ഉണ്ടാവാറുണ്ട് അതിനകത്ത്, കണ്ടോ, ഇതുപോലൊരു ബട്ടൺ ഉണ്ടാവാറുണ്ട്. അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്യുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലൊരു ബട്ടൺ ഒന്ന് നമ്മൾ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഐസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആയതുകൊണ്ട് ഈ ഒരു സിസ്റ്റം ഒന്നും ഇല്ല. ചെറിയ ഫ്രിഡ്ജിലാണ് കൂടുതലായിട്ടും ഇതുപോലൊരു ബട്ടൺ ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്യാതെ തന്നെ നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം ചെയ്യുന്ന ടിപ്പ് അതാണ് കേട്ടോ. ഇതുപോലെ ബട്ടൺ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ 1.5 മണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജ് ഓടുകയും ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഫ്രീസറിനകത്ത് മാത്രം അത് ഓഫ് ആയിരിക്കും കേട്ടോ, ഈ ഒരു ബട്ടൺ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രീസറിലുള്ള ആ ഒരു ഐസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരികയും ചെയ്യും. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, ഫ്രീസറിനകത്തുള്ള ഐസ് കളയുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഹെയർ ഡ്രൈ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്കത് കളയാനായിട്ട് പറ്റും കേട്ടോ. ഐസിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള കാറ്റായിരിക്കുമല്ലോ ഇതിൽ നിന്ന് വരിക. അപ്പോൾ അത് തട്ടുന്ന സമയത്ത് നന്നായിട്ട് അത് അടന്നു വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ അത് അടന്നു വരും. നമ്മൾ ഒരിക്കലും ഐസ് കത്തിയിലും അതുപോലെ സ്ക്രൂ ഡ്രൈവർ കൊണ്ടൊന്നും കുത്തിയെടുക്കരുത്. ഒരുപാട് തണുപ്പാവുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് കേട്ടോ, ഫ്രീസറിൽ ഈ ഐസ് ഇങ്ങനെ മഞ്ഞ് പോലെ കൂടുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ കത്തിയും സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ചിട്ട് ഇതുപോലെ കുത്തിയെടുക്കുന്ന സമയത്ത് അതിൽ സ്ക്രാച്ച് വീഴാനും അല്ലെങ്കിൽ അതിൽ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഗ്യാസൊക്കെ ലീക്കാകാനൊക്കെ, അത് ഫ്രിഡ്ജിന് തന്നെ കേട് വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാതെ ഇങ്ങനെയുള്ള ടിപ്പുകളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ അടുത്തത് ഉപ്പാണ് കേട്ടോ. ഞാനിത് കുറച്ച് നമ്മുടെ അരിപ്പയിലേക്ക് ഉപ്പിട്ടിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുന്നത് വെള്ളത്തിൻ്റെ അംശമില്ലാതിരിക്കാനാണ്. എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കും കേട്ടോ. ഐസ് ഇങ്ങനെ കട്ടിയായിട്ട് ഇത് നിറയാതിരിക്കാനും സഹായിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ചിരട്ടയാണ്. നമ്മൾ ഫ്രീസറിൽ ഇതുപോലെ ഐസ് കട്ട് ചെയ്യാതിരിക്കാനായിട്ട് ഇതുപോലെ ചിരട്ട വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ചിരട്ട എന്ന് പറയുന്നതും അതുപോലെ തന്നെ ജലാംശം വലിച്ചെടുക്കാൻ സഹായിക്കും. ഈ ചിരട്ടയൊക്കെ നമ്മൾ ഉപ്പിലൊക്കെ പണ്ടൊക്കെ ഇതുപോലെ അമ്മമാർ ചിരട്ടൻ്റെ കഷ്ണം ഇട്ട് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പ് മെൽറ്റാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്രിക്ക് ഒന്ന് ചെയ്ത് നോക്കുക. ഇതിലേക്ക് ഞാൻ ഇതുപോലെ ഉപ്പിട്ട് വയ്ക്കുന്നുണ്ട്. ഇങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചിരട്ടൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ ഇതുപോലെ ചിരട്ടയിൽ കുറച്ച് ഉപ്പൊക്കെ ആക്കിയിട്ട് വെക്കുകയാണെങ്കിലും ഐസ് നിറയാതിരിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഉപ്പ് പൊടിയിലേക്ക് ഞാൻ കുറച്ച് കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീസറിൽ നമ്മൾ മീനാണെങ്കിലും അതുപോലെ ഇറച്ചിയാണെങ്കിലും ഒക്കെ വെക്കുന്ന സമയത്ത് ആ ഒരു സ്മെല്ല് ഇല്ലാതിരിക്കാനും, അതിൻ്റെ ബ്ലഡൊക്കെ ചിലപ്പോൾ ആയി കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനും നല്ലൊരു ഫ്രഷ്നെസ് കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ ഫ്രീസറിനകത്ത്. അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ഫ്രിഡ്ജിലൊക്കെ നമ്മൾ ഇറച്ചി മീനൊക്കെ വെക്കുന്ന സമയത്ത് അതിൻ്റെ ബ്ലഡും ഇതൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് എപ്പോഴും അത് ക്ലീൻ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു കവറാണ് എടുത്തിട്ടുള്ളത്. അലുമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. അതില്ലാത്തവർ ഇതുപോലൊരു പേപ്പർ എടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടാവുമല്ലോ, അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇറച്ചിയോ മീനോ എന്ത് വേണമെങ്കിലും നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ബ്ലഡ് ആവും എന്നുള്ള ഒരു പേടി വേണ്ട. നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ് കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു കവർ എടുത്ത് മാറ്റിയിട്ട് വേറെ കവർ വിരിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ അതിലേക്ക് ബ്ലഡൊക്കെ ഇറങ്ങിയിട്ട് നല്ല സ്മെല്ലാകാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.